ആവേശം കൊട്ടിക്കേറുന്ന ജലപൂരം കൊടിയേറാൻ ഇനി നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. ഓളപ്പരപ്പിനെ കീറി മുറിച്ച ആ കരിനാഗങ്ങൾ തുഴയെറിയുമ്പോൾ വള്ളംകളി പ്രേമികൾ ആനന്ദത്തിന്റെ കൊടിമുടി കയറും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം ഒരു തരുമ്പും ചോരാതെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളത്തിന്റെ എല്ലാ ടീമും സജ്ജവുമാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ബിനിൽ ലീല സാബുവാണ്. ബിനിലെ വിയപുരം ചുണ്ടനെ നീട്ടിലിറക്കിയും തോന്നുന്നു അല്ലേ? അതായിരിക്കും പുതിയ വാർത്ത ഇപ്പോൾ ബിനിലിന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളതെന്ന് തോന്നുന്നു. സേതു അത് തന്നെയാണ്. എനിക്ക് തൊട്ടരികിലായി തന്നെ നമുക്ക് കാണാം ഈ വിയപുരം ചുണ്ടനാണ്. ഇതിനെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നത് വീരു എന്നാണ്. നേരത്തെ നമുക്കറിയാം 2022 കപ്പടിച്ചത് മഹാദേവികാട് കാട്ടിൽ തെക്കിയതിലാണ്. ആ വള്ളമാണ്. അതിനെ കാട്ടി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വിയപുരം ചുണ്ടനെ വീരു എന്നാണ് വിളിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ അരികിലൊക്കെ ആ പേര് വീരു എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും തുഴയുന്നത് VBC ആണ്, വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് ഇത് തുഴയുന്നത്. കഴിഞ്ഞ വർഷവും തുഴഞ്ഞത് ഇതേ ക്ലബ്ബ് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് പോയി. അത് നേരത്തെ നമ്മൾ പറഞ്ഞു മില്ലി മൈക്രോ സെക്കൻഡാണ്. അതായത് ഈ ആരാണ് ഫിനിഷ് ചെയ്തത് എന്ന് പെട്ടെന്ന് ആർക്കും ആ സമയത്ത് മനസ്സിലായില്ല. പിന്നീട് ഒരുപാട് ആ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാറാണ് അത് ജയിച്ചതെന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും പിന്നീട് ഇത് VBC അതോടൊപ്പം തന്നെ വിയപുരം ഹൈക്കോടതിയിൽ പോയി. അതായത് ഇത് ചോദ്യം ചെയ്ത് ജയിച്ചത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട് കോടതിയിൽ പോയ കേസ് ഇപ്പോൾ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഇത്തവണ ഇവർ പറയുന്നത് അങ്ങനെ ഒരു മില്ലി മൈക്രോ സെക്കൻഡിന്റെ ഒരു കാര്യം ഇത്തവണ ഉണ്ടാകില്ല. ഇത്തവണ വള്ളപ്പാടുകൾക്കകലെ ജയിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും വിയപുരം ചുണ്ടൻ നീറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ 1ാം തുഴയിൽ അമ്പരത്ത കൂമ്പിലിരിക്കുന്നത് അരുൺ എന്ന തുഴച്ചിൽക്കാരനാണ്. കഴിഞ്ഞ തവണയും തുഴഞ്ഞത് അരുൺ തന്നെയാണ് 1ാം തുഴ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തുഴച്ചിൽക്കാർ എല്ലാവരും കയറിയിട്ടുണ്ട്. നിലക്കാരുണ്ട്, താളക്കാർ എല്ലാവരും കയറി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു ട്രയൽ, ഒരു പരിശീലനം ഇവിടെ ആരംഭിക്കും. അതിന് പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതിന്റെ വള്ളത്തിന്റെ ആളുകളുമായി ഭാരവാഹികളൊക്കെയായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം 35 ദിവസത്തിലധികം കൂടുതൽ ദിവസം ഇവർ പരിശീലനം നടത്തിയിരുന്നു. അതായത് കഠിന പരിശീലനമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ തവണ ചെറിയ മില്ലി മൈക്രോ സെക്കൻഡുകൾക്ക് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത്തവണ അത് ഉണ്ടാകില്ല. ഇത്തവണ വള്ളപ്പാടുകൾക്കകലെ ജയിക്കണം, ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കഠിനമായ പരിശീലനം അവർ നേടുകയും ചെയ്തത്. നിലവിലെന്തായാലും നമുക്കറിയാം പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഉണ്ട്, UBC കൈനകരി ഉണ്ട്, അങ്ങനെ KTBC ഉണ്ട്, അങ്ങനെ നിരവധി ക്ലബ്ബുകൾ, 21 വള്ളങ്ങളാണ്. അപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവർ തുഴയാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന്റെ തുഴ മുകളിലേക്കാക്കി ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശേഷമാകും തുഴഞ്ഞ് തുടങ്ങുക. ഇതിനുശേഷം ഇവിടെ തൊട്ടടുത്ത്, അതായത് തുടക്കത്തിൽ ഒരു വൈദികൻ വന്ന് ഇത് ആശീർവദിച്ചു വള്ളം. ഇതിനുശേഷം ഇത് ഇവിടെ വിവിധ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ പോകും. അവിടേക്കൊക്കെ പോയതിനു ശേഷമാകും ഒരു പരിശീലനം തുടങ്ങുക. എന്തായാലും അതിന്റെ പ്രാരംഭ നടപടികളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ താളം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി പതിയെ ഇത് തുഴഞ്ഞു തുടങ്ങും. ആദ്യം ഒരു തുഴയും, അതിനുശേഷമാണ് പിന്നീട് തുഴഞ്ഞ് പോവുക. പരിശീലനം ആരംഭിക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങളിലേക്ക് പോയി അതിനുശേഷമാകും പരിശീലനം എന്തായാലും തുടങ്ങുക. എന്തായാലും വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി തുഴയുന്ന വിയപുരം ചുണ്ടനാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് നേരത്തെ 8 മണിയായപ്പോൾ തന്നെ നീറ്റിലേക്ക് ഇറക്കിയതാണ്. അതിനുശേഷം നീറ്റിലിറക്കി തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടേക്ക് തുഴച്ചിൽക്കാർ ഇവിടേക്ക് എത്തിയ വള്ളത്തിൽ കയറി ഇപ്പോൾ ആ തുഴച്ചിൽ ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാരംഭ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒന്നുകൂടി ഇതിലുണ്ട്. കാരണം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം ഒരു അതോടുകൂടി തന്നെയാണ് വള്ളംകളി തുടങ്ങുക. എന്തായാലും നിലവിൽ ഈ വള്ളം ഇവിടെ നിന്ന് വിയപുരം ചുണ്ടൻ ഇവിടെ നിന്ന് പതിയെ നീങ്ങുകയാണ്. തുഴച്ചിൽക്കാരെല്ലാം തയ്യാറാണ്. അല്പസമയത്തുള്ള തന്നെ തുഴഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ തുഴഞ്ഞ് തുടങ്ങുക, നിലക്കാർ തുഴഞ്ഞു തുടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ താളത്തിനനുസരിച്ച് ആ തുഴയെറിഞ്ഞ് ഇത് മുന്നോട്ട് കുതിക്കും. നമുക്കറിയാം ഈ ഫിനിഷിംഗ് പോയിന്റിൽ, അതായത് ഈ പുന്നമ്പടയിൽ ആ ട്രാക്കിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശമാണ് ഉണ്ടാവുക. നമുക്കറിയാം ചുറ്റിനും വള്ളങ്ങളുണ്ട്, കരയ്ക്ക് ആളുകളുണ്ട്. തുഴഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ കൈനകരിക്കാരുടെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയും. അവർ കൈയടിച്ചും ആർപ്പ് വിളിച്ചുമൊക്കെയാണ് ഈ വിയപുരം ചുണ്ടനെ നീറ്റിലേക്ക് ഇറക്കുന്നത്. ഇപ്പോൾ തുഴച്ചിൽ തുടങ്ങുന്നതും വള്ളം ഇപ്പോൾ നീങ്ങി തുടങ്ങുകയാണ്. തുഴഞ്ഞു പോകുന്നത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തിയ ശേഷമാകും എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ, ഒരു ചെറിയൊരു വള്ളംകളി ആരാധകൻ ഇവിടെ ഈ താഴെ നിൽപ്പുണ്ട്. ഒരു ചെറിയ കുട്ടിയാണ്. അവൻ കൈകൊണ്ട് താളമൊക്കെ പിടിച്ചാണ് ഈ വിയപുരം ചുണ്ടനെ നീറ്റിലേക്ക് ഇറക്കുന്നത്. എന്തായാലും കൈനകരിക്കാർക്ക് വലിയ ആവേശമാണ്. ചേട്ടാ, എന്താണ് ഇത്തവണ നമ്മൾ കപ്പടിക്കും? വള്ളപ്പാട് ഇട്ടുകൊണ്ട് നേടും, ഇല്ലെങ്കിൽ നമുക്ക് പറ്റുകയില്ല. കഴിഞ്ഞ തവണത്തെ പരാജയം ഇതുകൊണ്ട് നേരിടും. കഴിഞ്ഞ തവണ പരാജയമല്ല എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ നല്ല ടീമും നല്ല സർവീസും കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ ഒരു സെക്കൻഡിൽ 1000-5% കഴിഞ്ഞ പ്രാവശ്യം വള്ളാത്തൊരു ജയിച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാൻ മൈക്രോ സെക്കൻഡ് എന്ന് അവർ പറയുന്നത്. മൈക്രോ സെക്കൻഡ്, ഒരു സെക്കൻഡ് 1000-ൽ 5% കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിലുണ്ടോ?
ഇല്ല. പിന്നെ ഈ ആടുന്ന കുറ്റിയാൽ ഉണ്ടാവുമോ? അവർ തട്ടിപ്പറിച്ച് മേടിച്ച കപ്പ് കുറഞ്ഞ പക്ഷം പങ്കെങ്കിലും ഇടണം. ഇതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത്. മില്യൺ മൈക്രോ സെക്കൻഡ് അവർ അംഗീകരിക്കുന്നില്ല. അതാ തൊട്ടിപ്പുറത്ത് വേറെ കുറച്ച് വള്ളംകളി ആരാധകർ കുഞ്ഞു തൊഴിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ പേരെന്താ? വിയപുരം ചുണ്ടന്റെ ആരാധകനാണോ? വള്ളംകളി ഇഷ്ടമാണോ? വള്ളംകളി ഇഷ്ടമാണോ? ഈ വള്ളത്തെ കയറാൻ തോന്നിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. തുഴയാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു തുഴയൊക്കെ ഉണ്ട്. തുഴച്ചിൽക്കാരനാണോ? ആണ്. ഇഷ്ടമാണ് വള്ളംകളി. അവിടെ പോകുന്നില്ലേ? വള്ളംകളി കാണാൻ പോകുന്നില്ലേ? പറ. ഓ, കുഞ്ഞുമോൻ പറയുന്നു BBC കൈനകരുന്ന് എഴുതിയ അവന്റെ ഒരു കുഞ്ഞു തുഴയുണ്ട് അവന്റെ കയ്യിൽ. അത് കാണിക്കാനാണ് അവൻ പറയുന്നത്. ജിയോ അല്ലേ? സേതു, ഇത് തന്നെയാണ് നേരത്തെ ഈ ചേട്ടന്മാർ പറഞ്ഞു. എന്തായാലും അവർക്ക് വലിയ വിയോജിപ്പ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു മത്സര ഫലത്തിലുണ്ട്. ഇത്തവണ എന്തായാലും വള്ളപ്പാടുകൾക്കകലെ കപ്പടിക്കുമെന്നാണ് BBC പറയുന്നത്. വിയവരം ചുണ്ടൻ അല്ലെ? വീരു ആണല്ലേ? വിയവരം ചുണ്ടൻ ഇത്ര കപ്പടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. സേതു, ഓക്കെ, ബിന്നിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇനിയിപ്പം വീരു എത്തുമ്പോൾ ഒരാളെ കൂടി ബിന്നിൽ അതിൽ നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ട എഡിറ്റർ അരുൺ അതിലെ ഒരു തുഴക്കാരനാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ആ വീരുവിലെ തുഴച്ചിൽക്കാരനായി അവിടെ തിരികെ എത്തുമ്പോൾ ബിന്നിലിനെ കാണാൻ പറ്റുമായിരിക്കും.